ഇനി ഇദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചില്ലെന്ന് വേണ്ട. എടാ ഇനി വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. അവനോടൊന്ന് ചോദിക്കായിരിക്കും. എന്നാലും അങ്ങനല്ലല്ലോ. നമുക്ക് രാഘവന്റെ കല്യാണം ചുരുങ്ങിയ തോതിൽ വല്ല അമ്പലത്തിലും വെച്ച് നടത്തിയാൽ മതി എന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നീ എന്താ പറയുന്നു? ഇക്കാര്യത്തിൽ ചേട്ടൻ പറഞ്ഞാണ് അമ്മേ ശരി. എന്നാലും നിന്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ? അമ്മ എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ചേട്ടൻ ആരെ കല്യാണം കഴിച്ചാലും ശരി, അവരെന്റെ ചേട്ടത്തിയമ്മയായിരിക്കും, ഞാൻ അവരെ ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷെ മാളിക വീടന്റെ പണം കൊണ്ട് നടക്കുന്ന ഈ കല്യാണത്തിൽ എനിക്ക് അഭിപ്രായമില്ല, എന്നോട് ചോദിക്കുകയും വേണ്ട. ഇപ്പോഴെങ്ങനെ ഇരിക്കും? ഓ, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. മോനെ, നമുക്ക് മുതലാളിയെ പോയി ഒന്ന് കാണണ്ടേ? പിന്നെ വേണ്ടേ, പക്ഷെ അമ്മയോടെ വരണം. അല്ല, അങ്ങനെയുണ്ട് ഒരു ധിക്കാരം. അത് കൊള്ളാമല്ലോ. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്താ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന്? എന്തുണ്ടായി? ശത്രുതയുണ്ടെങ്കിൽ വാളെടുത്ത് വെട്ടണം, ഇല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കണം. അല്ലാതെ പഴത്തൊലി എറിഞ്ഞ് ആരെങ്കിലും വീഴ്ത്താറുണ്ടോ? മാനേജർ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനുഷ്യൻ പഴം വാങ്ങിക്കും, ഭക്ഷിക്കും, തൊലി പശുവിന് കൊടുക്കും, ഇല്ലെങ്കിൽ തെങ്ങിന്റെ മൂട്ടിലെറിയും, അല്ലാതെ റോട്ടിലെറിയും. കലങ്ങിപ്പോയില്ലേ? എന്തോന്ന്, പഴുത്തലിയോ? അല്ലെന്ന്, സിന്ധുമോള് വേലക്കാരി ഒരുമിച്ച് അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. വെട്ടിയിട്ടതുപോലെ ദേ കിടക്കുന്നു മതനടിച്ച്. ചളങ്ങിപ്പോയില്ലേ? നല്ല തീറ്റിക്കൊഴുപ്പിലേക്കുന്ന ശരീരമില്ലേ? വീണ ചളങ്ങത്തില്ലേ? വീഴാൻ കാര്യം പഴത്തൊലി അല്ലാതെ തോന്നാ. എന്താ ചിഞ്ചിലെന്ന് അടിക്കുന്നത്? അല്ല, വില പൊങ്ങഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്തോ പഴത്തൊലിയുടെ കാര്യം പറയുന്ന കേട്ടല്ലോ. അല്ല, വഴിയിൽ പഴത്തൊലി കിടക്കുമ്പോ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴുമെന്ന് പറയുകയായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഈ വലിയ കാര്യം പറയാനാണോ ഇവിടെ എത്തിയത്? വന്നത് രാഘവന്റെ കല്യാണക്കാര്യം എവിടം വരെ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അല്ലാതെ പഴത്തൊലിയുടെ കാര്യമല്ലല്ലോ. കല്യാണത്തിന് എന്തിനാ പഴത്തൊലി? പഴമല്ലേ വേണ്ടത്. അപ്പോ എന്നാ ഭവാനി അമ്മേ കല്യാണം? അയ്യോ, അമ്മയുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ 2 തടിയും പിള്ളേരും ഉണ്ടായി. കണ്ടോ തമാശ. അവൻ പറയുന്നതൊന്നും കണക്കാക്കണ്ട. ഞാനും രാഘവനും കൂടെ കല്യാണക്കാര്യം പറയാൻ വേണ്ടി മുതലാളിയുടെ അവിടെ വരുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് വന്നാലും ഇല്ലെങ്കിലും ശരി, ഞാനും മുതലാളി കല്യാണത്തിന് വരും. പിന്നെ ഇനി ആരും വേണ്ടല്ലോ. കളി പറയാതെ കൊച്ചുകള്ള. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാണ്, എന്നോടെന്താണ് ഇത്രയേറെ വൈരാഗ്യം? വൈരാഗ്യമോ? തന്നോടോ? ഞാൻ അത്ര വലിയ ഇരപ്പാളിയാണെന്ന് വിചാരിച്ചോ? പിന്നെ മുതലാളിയോടെന്താ ഇത്ര വൈരാഗ്യം? അത് ഞാനും അയാളും ജീവിച്ചിരിക്കുന്നത് തന്നെ കാരണം. അയ്യോ, അങ്ങനെ പറയരുത്. മുതലാളി നമുക്ക് എല്ലാം കാണപ്പെട്ട ദൈവമാണ്. കാണപ്പെട്ട ദൈവം? കാണപ്പെട്ട ചെകുത്താൻ? വേണ്ട. എന്താ ചേട്ടാ? ഞാനിടെ ചെകുത്താനെ വിളിച്ചത്? അയ്യോ, ഞാൻ ചേട്ടനെ വിളിച്ചതല്ല, ആ മുതലാളിയാണ്. അവനൊക്കെ വിഷജന്തുക്കളാണ് കേട്ടാ, വിഷജന്തുക്കൾ. നീ ചേട്ടാ, അമ്മ ചേട്ടനെ വിശക്കുന്നു. മതി ചേട്ടാ, നമുക്ക് ഊണ് കഴിക്കാൻ പോകാം. നിക്കടാ അവിടെ. എവിടെ ആയിരുന്നു ഇവര്? അമ്മേ, ഞാൻ എവിടെ ആയിരുന്നാലും ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ അമ്മ അത് ചോദിച്ചത്. നീ മനുഷ്യനാണോടാ? എന്താ അമ്മേ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം? ചേട്ടന്റെ കല്യാണത്തിന് അനിയൻ വരാത്തത് എന്താണെന്ന് നാട്ടുകാർ ചോദിച്ചിട്ട് എനിക്ക് സമാധാനമില്ലടാ. വിവരമുള്ള ആരെങ്കിലും ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമോ അമ്മേ? ചേട്ടന്റെ കല്യാണത്തിന് ചേട്ടനാണ് ആവശ്യം, അനിയനല്ലേ. നിന്റെ അടുക്ക് എന്ത് പറഞ്ഞാലും ഒരു തർക്കുത്തരമുണ്ട്. അയ്യോ, പൂച്ചയെ തൂക്കിക്കൊണ്ട് പോകുന്ന മാതിരി എന്നെ തൂക്കിക്കൊണ്ട് പോയാലേ ഈ വീട്ടിൽ പുതിയ സ്ത്രീ വന്നിരിക്കല്ലേ, അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും അമ്മേ? അമ്മേ, അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? ഇവനെ ഇനി ഗുരുദോഷം നന്നാക്കാണോ? ഞാൻ തെമ്മാടിയല്ലേ ചേട്ടാ. ഞാൻ എങ്ങനെ ആയാലുണ്ട്, ചേട്ടൻ നന്നായിരുന്നാൽ മതി. മോളിതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ചേട്ടത്തിയമ്മേ, എന്നോട് ക്ഷമിക്കൂ ചേട്ടത്തിയമ്മേ. കല്യാണത്തിന് വരാതിരുന്നത് ഒരു വലിയ അപരാധമാണെന്ന് എനിക്കറിയാം. ചേട്ടത്തിയമ്മയോടോ ചേട്ടനോടോ എനിക്കൊരു വിരോധവുമില്ല. പിന്നെ കല്യാണത്തിന് വരാതിരുന്നതിന് മറ്റു ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ പറഞ്ഞാൽ ചേട്ടത്തിയമ്മയ്ക്ക് മനസ്സിലാവില്ല. ഈ വീട്ടിൽ ഇനി എനിക്ക് 2 അമ്മമാരുണ്ട്. ഒന്ന് എന്റെ പെറ്റമ്മ, മറ്റൊന്ന് ചേട്ടത്തിയമ്മ. എന്നെ അനുഗ്രഹിക്കൂ ചേട്ടത്തിയമ്മ. ക്ഷമിച്ചു എന്ന് പറയൂ ചേട്ടത്തിയമ്മ. നമ്മളെ എല്ലാരും അനുഗ്രഹിക്കേണ്ടതും നമ്മളോട് ക്ഷമിക്കേണ്ടതും നമ്മുടെ അമ്മയല്ലേ അനുജ.
പക്ഷെ ഇവരെല്ലാരും എന്നെ എപ്പോഴും തെമ്മാടി തെമ്മാടി എന്നാ വിളിക്കുന്നത്. അതിന് നീ വിഷമിക്കണ്ട. പണ്ട് ശ്രീകൃഷ്ണനെ യശോദ അങ്ങനെ എന്നെ വിളിച്ചിരുന്നത്. ഭഗവാനെ, എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം എന്നെ പറ്റി ഒരു നല്ല വാക്ക് ഞാൻ കേൾക്കുന്നത് ഇപ്പൊ ചേട്ടത്തിയമ്മയിൽ കൂടിയാണ്. എന്നാതെ ചേട്ടത്തിയമ്മയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇവനെ കൊണ്ട് തോറ്റു. ഇവന്റെ ഈ സ്വഭാവം എല്ലാം മാറ്റി ഒരു നല്ല മനുഷ്യനാക്കി എടുക്കാനുള്ള ചുമതല ഇനി മോക്കാം. നീ ആഹാരമെല്ലാം കഴിച്ചോടാ? ഞാൻ ഒന്നും കഴിച്ചില്ല ചേട്ടാ. ചേട്ടന്റെ കല്യാണത്തിൽ പങ്കുകൊള്ളാൻ സാധിക്കാത്ത ദുഃഖം കൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. അതെ, പോയി അവന് ചോറുകളും കൊടുക്കും. ആ കൊള്ളാം, നല്ല കാര്യം. ഇന്നത്തെ ഊണ് ചേട്ടത്തിയുടെ കൈകൊണ്ട് തന്നെ ആട്ടെ. വന്നാട്ടെ. അമ്മേ, കാപ്പി. മോളെ മാധവി, വേലപ്പിന് കാപ്പി കൊടുക്കും. ചേട്ടത്തിയമ്മ എന്തിനാ അമ്മേ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്രയും കാലം ഞാൻ ബുദ്ധിമുട്ടില്ലേ, ഇനിയും കുറച്ച് അവളും ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അമ്മേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ മോളെ, നീ അത് കേട്ടോ. ചേട്ടൻ കാപ്പി കുടിച്ചോ? കൊള്ളാം. അവൻ കാപ്പൂടിയും കഴിഞ്ഞ് ജോലിക്ക് പോയിട്ട് എത്ര നേരമായി? ഓഹോ, ജോലിക്ക് പോയി കഴിഞ്ഞു. അമ്മ ഇന്നെങ്കിലും വീട്ടിൽ നിൽക്കണമെന്ന് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ അവൻ കേക്കണ്ടേ? അവിടെ ജോലി ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്ന കണ്ടു. കേട്ടോ ചേട്ടത്തിയമ്മേ, ഇതാണ് എന്റെ ചേട്ടൻ. മാളിക വീടന്റെ അടിമയാണ്. കഴിയുമെങ്കിൽ ചേട്ടത്തിയമ്മ ഒരു ഉപകാരം ചെയ്താൽ തിരക്കേടില്ല. എന്റെ ചേട്ടന് ഒരു നട്ടലുണ്ടാക്കി കൊടുക്കണം. ഓ, നിനക്ക് നട്ടൽ ഒരുപാടുണ്ടല്ലോ. കൂടുതലൊന്നുമില്ല, ആവശ്യത്തിനുണ്ട്. എന്നാലേ ഉള്ള നട്ടലും വെച്ച് കാപ്പിയും കുടിച്ച് എഴുന്നേറ്റ് പോയാട്ടെ, അവരെങ്ങനെങ്കിലും കഴിഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടും പിറ്റേ ദിവസം പോലും അവധിയെടുക്കാൻ കഴിയാതെ പോയ ആള് പിന്നെ എന്തിന് കല്യാണം കഴിക്കാൻ പോയി? വർത്തമാനം പറയാതെ എണീറ്റ് പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം. കുറെ കഴിയുമ്പോ ചേട്ടത്തിയമ്മ താനേ മനസ്സിലാക്കിക്കൊള്ളും. ഞാനിവിടെ ഉണ്ടല്ലോ. ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലെന്നാണ് ചോദിച്ചത്. അവരൊക്കെ ജോലിക്ക് പോയിരിക്കുക. നീയാണോ രാഘവന്റെ ഭാര്യ? പെണ്ണെന്നെ അറിയില്ലേ? പെണ്ണോ? കുഞ്ഞാന്ന് വിളിക്കോ? മനസ്സ് കുഞ്ഞിന്റെ ആയിരിക്കും, ഈ ശരീരം കുഞ്ഞിന്റെ അല്ല. ധിക്കാരം പറയുന്നോ? എന്താ അവിടെ? അയ്യോ കുഞ്ഞു, വന്ന കാര്യം തന്നെ നിൽക്കാൻ അകത്തോട്ട് കയറിയിരുന്നാട്ടെ. ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. തള്ളേ, സത്യത്തെ ആ തെമ്മാടി വേലപ്പനെ നിങ്ങൾ തന്നെയാണോ പ്രസവിച്ചത്? തന്നെയാണോ പ്രസവിച്ചെന്ന് ചോദിച്ചാൽ പ്രസവിക്കാൻ കൂട്ട് വേണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്? ഞാനാണ് വേലപ്പന്റെ അമ്മയെന്ന് കുഞ്ഞിനും അറിഞ്ഞുകൂടെ? പിന്നെ എന്തിനാ ഇങ്ങനൊക്കെ ചോദിക്കുന്നു? ആ തെമ്മാടി ഇവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അവന്റെ മുഖത്ത് നോക്കി 2 വാക്ക് ചോദിച്ചിട്ട് പോകാനാ ഞാൻ ഇവിടെ വന്നത്. അവൻ ഇവിടെ ഇല്ലാതെ പോയത് അവന്റെ നല്ല കാലം. ഞാൻ ഇവിടെ വന്ന് അവനെ തിരക്കിയിട്ട് പോയെന്ന് അവനോട് പറഞ്ഞേക്കണം. മര്യാദയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, എല്ലാത്തിനെയും ഞാൻ പോലീസിൽ ഏൽപ്പിച്ചു കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട, പാടി. ഈ കുഞ്ഞിന് ഇതെന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കും. പ്രായത്തിൻ്റെതായിരിക്കും. അല്ല, ഉമ്മ ഇപ്പൊ എവിടെ നിന്ന് കൊണ്ടുവരുന്നു? ഞങ്ങൾ ആശുപത്രിയിൽ വരിക. എന്താ ഉമ്മ ഇത്? അയ്യോ, ഉമ്മാക്ക് ഏതാണ്ട് വലിയ തോക്കാടാന്നാണ് അകത്ത് പറയുന്നത്. എന്നിട്ട് ഉമ്മാനെ അവിടെ കിടത്തി ചികിത്സിപ്പിക്കാതെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാണ്? അതിനവര് സമ്മതിക്കണ്ടേ? അതെന്താ? രൂപ കൊടുക്കാണ്ട് മരുന്നും കൊടുക്കൂല, കേൾത്തൂല്ല എന്നാണ് അകത്ത് പറയുന്നത്. ഞമ്മളെടുത്ത് എവിടുന്ന രൂപ? അതുകൊണ്ട് പുരയിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഇനി പഠിച്ചോ കാക്കട്ടെ. ഓഹോ, അങ്ങനെയാണോ? ഈ നിലയിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? കുട്ടപ്പ, നമുക്കൊരു കാര്യം ചെയ്യാം. ഉമ്മയെ വീണ്ടും ആസ്പത്രിയിൽ തന്നെ കൊണ്ടുപോകാം. അവിടെ കിടത്തി ചികിത്സിക്കുമ്പോൾ നമുക്ക് നോക്കാം. അത് നേരാ, നമുക്കത് തന്നെ ചെയ്യാം. പഠിച്ചോ കാക്കൂ. ഈ സ്ത്രീയെ ഇവിടെ ഒന്നും പറഞ്ഞയച്ചേ, പിന്നെയും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. എടുത്തോണ്ട് പോകണം മിസ്റ്റർ. അയ്യോ ഡോക്ടർ സാർ, ഡോക്ടർ സാർ, അങ്ങനെ പറയരുത് സാർ. ഉമ്മയ്ക്ക് അസുഖം വളരെ കൂടുതലാണ്. ഒന്ന് നോക്കണം സാർ. യാതൊരു നിവൃത്തിയും. ഇത് മാളികവടന്റെ ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് ശമ്പളം തരുന്നതും അദ്ദേഹമാണ്. പണമില്ലാത്തവരെ ഇവിടെ കിടത്ത് ചികിത്സിക്കാനോ മരുന്ന് കൊടുക്കാനോ അദ്ദേഹം സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബോധമില്ലാതെ മരിക്കാൻ കിടക്കുന്ന ആ തള്ളയെ കണ്ടിട്ട് ഇങ്ങനെ പറയാൻ തോന്നുന്നല്ലോ ഡോക്ടർ. എന്ത് ചെയ്യാം? പണം മുടക്കുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റും.
പണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാം സാർ. ഇനിയെങ്കിലും ആ തള്ളയ്ക്ക് അല്പം മരുന്ന് കൊടുക്കണം സാർ. പണത്തിന്റെ കാര്യത്തിൽ സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പോരാ, സമാധാനം ഉണ്ടാക്കണം. പണം ഞങ്ങൾ കൊണ്ട് തരാൻ ഡോക്ടർ. ഞങ്ങൾ എല്ലാവരും കൂടി പിരിവെടുത്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് തരാം. എനിക്ക് വേഗം കൊണ്ടുവരും. വളരെ വില കൂടി ഇഞ്ചക്ഷനൊക്കെയാണ് എടുക്കേണ്ടത്. തൽക്കാലം അഡ്വാൻസ് ആയിട്ട് 100 രൂപ കൊണ്ടുവരും. പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾ പണം ഒന്നും കരുതിയില്ല. പണം കൊടുത്താലേ സ്റ്റോറിൽ നിന്ന് മരുന്ന് കിട്ടും. എന്നാലേ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റൂ. ആദ്യം പണം കൊണ്ടുവരും, എന്നിട്ടാകാൻ ചികിത്സ. പണം കൊണ്ടുവരാമെന്ന് വേറെ പിരിയിട്ടില്ലേ? എങ്കിൽ വേഗം കൊണ്ടുവരൂ. ഉമ്മയെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യൂ ഡോക്ടർ. ഇതൊരു വലിയ ശല്യമായിരുന്നു. ഇവിടെ ഒരു സർക്കാർ ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ ചികിത്സ കിട്ടാതെ അലിയാറിന്റെ ഉമ്മ മരിക്കുകയില്ലായിരുന്നു. അത് തീർച്ചയായും. ഇവിടെ ഒരു സർക്കാർ ആസ്പത്രി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലായോ? ഞമ്മളെപ്പോലുള്ള പാവങ്ങള് മരുന്നും ചികിത്സയും കിട്ടാണ്ട് വഴി കിടന്ന് മരിക്കണം. സർക്കാർ ഉപകരണം ഉണ്ടെന്ന് പറഞ്ഞാലോ അതങ്ങ് പട്ടണത്തിലാ. മൈല് 15 പോണോ? നമുക്ക് ഇവിടെ ഒരു സർക്കാർ ആസ്പത്രി വേണം. അതിനെന്താണ് വഴി വേണം? നമുക്കത് ആവശ്യമാണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ എന്ത് മാർഗം? ഇതിനു മുമ്പ് നമ്മൾ ഇതിനുവേണ്ടി ശ്രമിച്ചതല്ലേ? ഇതെന്തുണ്ടായി? ഇവിടെ സർക്കാർ ആസ്പത്രി ഉണ്ടാക്കുന്നത് സർക്കാരിന് സമ്മതമാണ്. പക്ഷെ സ്ഥലം കിട്ടണ്ടേ? ഇനി ഏതായാലും ഈ നാട്ടിൽ ഒരു സർക്കാർ ആശുപത്രി സ്ഥാപിച്ചിട്ട് ബാക്കി കാര്യം. അതിനാ ഹംക്ക് മാടിയ വീടുണ്ടല്ലോ, ഓ സ്ഥലം കൊടുത്തിട്ട് വേണ്ടേ? നാട് മുഴുവൻ ഈ മാതിരി ചൈത്താന്മാരെ കയ്യിലായാലും നമ്മൾ എന്ത് ചെയ്യും? ശരിയാ. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോ? ഇപ്രാവശ്യം നമ്മൾ ആസ്പത്രി സ്ഥാപിച്ചേ അടങ്ങൂ. നാളെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ആ പഞ്ചായത്ത് ഓഫീസിനെ പോയി ഒന്ന് കാണണം. അങ്ങനെ വേലപ്പ മുമ്പേ നില്ലേ, ഞങ്ങൾ തൊട്ട് പുറകെ ഉണ്ട്. എടാ പഞ്ചാരെ, ആ വകയിൽ എല്ലാരും കൂടി ചായ പോണം. എന്ത് പറഞ്ഞാലും അതിന്റെ കേറാപ്പിലാണ് ചായ. ഈ ഗ്രാമത്തിൽ ഒരു സർക്കാർ ആശുപത്രി വേണമെന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഞങ്ങളും ഇതിന് പലതവണ ശ്രമിച്ചതാണ്, പക്ഷേ നടന്നില്ലെന്ന് മാത്രം. അതിനിപ്പോ ഇനി എന്താണ് മാർഗം എന്ന് പറയൂ. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ നാട്ടിൽ മാളിക വീടിന് സ്വന്തമായി ഒഴിഞ്ഞു കിടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒന്ന് സർക്കാരിനെ കൊണ്ട് കണ്ടുകെട്ടിക്കണം. അതിന് ഈ നാട്ടുകാരായ നിങ്ങളെല്ലാം മുന്നോട്ട് വരണം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി കണ്ടല്ലേ നിങ്ങളൊക്കെ പഞ്ചായത്ത് നിന്നും പ്രസിഡന്റിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കയറ്റി എത്തിക്കുന്നത്? അല്ലാതെ കുഴിച്ചു തിന്നാനാ? അലിയാർക്ക് ദേഷ്യം പിടിക്കണ്ട, അവര് തമ്മിൽ സംസാരിക്കട്ടെ. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ഞങ്ങൾ എന്ത് ചെയ്യണം അത് പറയും. ശരി, നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി ഞങ്ങൾ എന്തും സഹിക്കാൻ തയ്യാറാണ്. ചികിത്സിക്കാൻ ആസ്പത്രി ഇല്ലാതെ ഈ നാട്ടിൽ ഇനി ഒരാൾ പോലും മരിക്കാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ആവശ്യക്കാരായാൽ നമുക്ക് ആശുപത്രി കിട്ടും, അല്ലാതെന്താ? ആവശ്യക്കാരായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയല്ലേ, പ്രസിഡന്റ് പറ ഞങ്ങൾ എന്ത് ചെയ്യണം? റെഡി അല്ലേ അലിയാരെ? അതല്ലേ ഞങ്ങൾ ഈ പറയുന്നത്. ആദ്യമായി ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കണം. ഈ ഗ്രാമത്തിൽ സർക്കാർ ആശുപത്രി വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൊണ്ടെല്ലാം അതിൽ ഒപ്പിടിപ്പിക്കണം. ആ പെറ്റീഷനുമായി നമുക്ക് കാണേണ്ടവരൊക്കെ കണ്ടുകളയാം, കൂട്ടത്തിൽ മന്ത്രിമാരെയും കണ്ടുകളയാം. എന്താ? അപ്പൊ അതിന് ആദ്യമായി കുറെ ഒപ്പ് വേണം. അത് ഞങ്ങൾ ഏറ്റു. ഇവിടെ ഇനി ആസ്പത്രി വന്നിട്ട് മേൽക്കാരി എത്രായിരം ഒപ്പ് വേണം? നമ്മുടെ ആശുപത്രിക്കെതിരായിട്ടായിരിക്കും ഈ പരിപാടിയല്ലേ? ഒപ്പുശേഖരണമല്ലേ? ഒപ്പുശേഖരണം. നാട് നീളെ നടന്ന ഒപ്പുശേഖരണം. പിന്നെ ഇവന്റെയൊക്കെ ഒപ്പ് കണ്ടാ ഉടനെ സർക്കാർ ആശുപത്രി ചുമന്ന് ഇവിടെ കൊണ്ട് പണം കൊടുക്കാൻ പോവല്ലേ? പോകാൻ പറ. നമുക്കും ഒരു കാര്യം ചെയ്താൽ ഈ നാട്ടിൽ സർക്കാർ ആശുപത്രിയെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് നമുക്കും കുറെ ഒപ്പങ്ങ് ശേഖരിച്ചാലും. അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ വാശി കൂടാനാണ് സാധ്യത. വാശിയോ? അങ്ങനെ തന്നെയാണോ? നല്ല കഥയായി. എങ്കിൽ പിന്നെ വാശി പിടിക്കാനല്ലേ സമയം ഉണ്ടാവുള്ളൂ. ഇനി ഒരു പക്ഷേ ഇവന്മാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി സർക്കാർ ആശുപത്രി സ്ഥാപിക്കാൻ തീരുമാനിച്ചു വിചാരിച്ചോ? ആശുപത്രി ഈ നാട്ടിൽ എവിടെ കൊണ്ട് സ്ഥാപിക്കും? ആകാശത്ത് സ്ഥാപിക്കുമായിരിക്കും, അല്ലാതെ ഭൂമിയിൽ സ്ഥാപിക്കയില്ല. ഞാനും ചോദിക്കട്ടെ, അങ്ങനെ അതിന് പറ്റിയ ഭൂമി ഈ നാട്ടിൽ വേറെ ആർക്കാണുള്ളത്? എവനൊക്കെ സൗജന്യ ചികിത്സ വേണം പോലും. എടാ, മരുന്നിന് കാശില്ലാത്തവന് സുഖം വരാൻ പാടില്ല. അഥവാ വന്നാൽ അവനൊക്കെ ചത്തു തന്നെ തീരണം. അതാണ് ദൈവനിശ്ചയം. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം ചോദിച്ചില്ലല്ലോ. എനിക്കെതിരായിട്ടുള്ള വേലപ്പന്റെ ഇത്തരം പരിപാടികൾക്ക് തന്റെ മകനും കൂട്ടിയേർന്നു എന്ന് കേട്ടല്ലോ, നേരാണോ? എന്ന് ഞാനും കേട്ടു. താനും കേട്ടോ? എന്നിട്ട് താനാണ് എന്ത് ചെയ്തോ? ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിറഞ്ഞാൽ മതി. ഒരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ എന്നെ മെനക്കെടുത്തരുത്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ മെനക്കെട്ടോണ്ടാണല്ലോ അവൻ ഭൂമിയിൽ വന്നു തന്നെ. ഇനി ബാക്കി കാര്യത്തിന് ഞാൻ തന്നെ മെനക്കെട്ടോളാം. എന്ത് ചെയ്യാൻ വേണ്ടി വന്നില്ലേ?
വേണ്ട ഡോക്ടർ. ആ ഞാനും വേണ്ട വേണ്ട താൻ വരണ്ട. ആ ഓ പെണ്ണ് എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നു എന്ന് കേട്ടല്ലോ, എന്താ കാര്യം? പെണ്ണോ? അയ്യോ പെണ്ണല്ല, കൊച്ചമ്മ. ആ അങ്ങനെ മര്യാദയ്ക്ക് വിളിക്കേ. വല്യമ്മ എന്തിനാ എന്നെ അന്വേഷിച്ചത്? എന്റെ വല്യമ്മയോ? അയ്യോ വല്യമ്മല്ല, കൊച്ചമ്മ. പോടാ. എടി പെണ്ണേ, നീ എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വന്ന് എന്തിനാണെന്നാ ചോദിച്ചത്? അവിടെ വന്ന് എന്റെ അമ്മയും ചേട്ടത്തിയമ്മയും ഭരിച്ചു എന്ന് കേട്ടല്ലോ, എന്താ കാര്യം? ഓഹോ, താനിപ്പോ അത് ചോദിച്ച എന്നോട് എന്താ വഴക്കിന് വന്നതാണോ? വഴക്കോ? വാഴപ്പിണ്ടികളോടൊക്കെ വഴക്കുണ്ടാക്കാൻ ഞങ്ങൾക്ക് നാണമില്ലോടി. നോക്കിക്കോ, നിന്നെ ഞാൻ പഠിപ്പിച്ചേക്കാവിടാ. നീ കാണുമ്പോഴൊക്കെ പഠിപ്പിക്കാമെന്ന് പറയുന്നതല്ലാതെ പഠിപ്പിക്കുന്നില്ലല്ലോ. ഓഹോ, ഇതുവരെ നിന്നെ ഞാൻ പഠിപ്പിക്കാതെ വിട്ടതാണ് തെറ്റല്ലേ? പഠിപ്പിക്കാനുള്ള സമയം ആയിട്ടില്ലായിരിക്കാം, അല്ലേ കൊച്ചമ്മേ? താനിവിടെ നില്ലേ, തന്റെ തന്തയ്ക്ക് ഞാൻ കൊടുത്തോളാം. എന്താ പറഞ്ഞത്? വരും മാഡം, ഇനി ഇവിടെ സംസാരിക്കാൻ നിൽക്കണ്ട. അതാ നല്ലത്, കൂട്ടിക്കൊണ്ട് പോയിക്കോ, അല്ലെങ്കിൽ തടി കേട് വരും. പൊയ്ക്കോ.